ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് പുറകിൽ ബോർഡ് കണ്ടിട്ടുണ്ടാവും. എന്നാലും പറയാണ്, ക്രാന്തിവീര സംഗൊള്ളി റായണ്ണ സ്റ്റേഷൻ ബംഗളൂരു, അതുപോലെ ബംഗളൂരു സിറ്റി ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിവിടെ നിന്നൊരു അടിപൊളി ഒരു പുതിയ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഏതാണെന്നൊക്കെ ആസ് യൂഷ്വൽ ഞാൻ ഉള്ളിലോട്ട് കയറിയിട്ട് പറയാം. അവധിയായിട്ട് ഹൽദിറാംസിൻ്റെ ഒരു റെയിൽ കോച്ച് ഓൺ വീൽസ് റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. അഫ്കോഴ്സ് ഞാൻ ബാംഗ്ലൂർ വരുമ്പോൾ ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് കഴിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഞാനതിൽ കയറിയില്ല, ഞാൻ പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നു. ഇതാണ് ക്രാന്തിവീര സംഗൊള്ളി റായണ്ണ റെയിൽവേ സ്റ്റേഷൻ ബംഗളൂരു, അഥവാ ബാംഗ്ലൂർ സിറ്റി ജംഗ്ഷൻ. അപ്പോൾ നമ്മളിവിടുന്ന് കോയമ്പത്തൂർക്കാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് KSR ബംഗളൂരു കോയമ്പത്തൂർ ഉദയ് എക്സ്പ്രസ്സാണ്. 22665 ഉദയ് എക്സ്പ്രസ് 2:15 പ്ലാറ്റ്ഫോം നമ്പർ 3 നിന്നും പുറപ്പെടും. എന്താ അവിടെ ബോർഡിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് സിറ്റി സ്റ്റേഷൻ. ഇവിടെ റീഡെവലപ്മെൻ്റ് ഒക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാൻഡിൻ്റെ എന്തോ പ്രശ്നം കാര്യം ഇതുവരെ പണി തുടങ്ങിയിട്ടില്ല. അതിന് താമസത്തിൽ പണി തുടങ്ങുമായിരിക്കും. ഇതുവഴി കയറി ഫുഡ് ഓവർബ്രിഡ്ജ് കയറി അങ്ങ് പോവാം. ഫുഡ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. ഇവിടെയുള്ള ബേസ് കിച്ചൺ അത്യാവശ്യം നല്ല ഫുഡാണ്. AJS കാറ്ററേഴ്സിൻ്റെ അല്ലാപ്പത്തെ ഫുഡ് ട്രാക്ക് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. എനിക്കിവിടെ നല്ലൊരു ബാംഗ്ലൂർ സ്റ്റൈൽ ദർശിനി ഫുഡ് കഴിക്കാൻ താല്പര്യമായിരുന്നുകൊണ്ട് ഞാൻ നേരെ പുറത്തൊരു ദർശിനി പോയി കഴിച്ചു. നമുക്കെന്നാൽ പിന്നെ ആസ് യൂഷ്വൽ ആ എസ്കലേറ്റർ കയറി മുകളിലോട്ട് പോയേക്കാം. ഇന്ന് ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് 15, 2024 ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് സെക്യൂരിറ്റി ചെക്കും മറ്റും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെ നമ്മൾ വന്ന ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2 പുറപ്പെട്ടത്. പിന്നെ പ്ലാറ്റ്ഫോം നമ്പർ 3 പുറപ്പെടുകയാണ്. നമ്മൾ ഒരു ഇൻക്രിമെൻ്റാണ്. നമ്മുടെ പ്ലാറ്റ്ഫോമിലെത്തി ഇപ്പുറത്തേക്ക് കിടക്കുന്ന കർണാടക എക്സ്പ്രസിൻ്റെ റേക്കാണ്. കുറച്ച് നേരത്തെ ന്യൂഡൽഹിയിൽ നിന്ന് വന്നതാണ്. ഇതിന് ഇന്ന് രാത്രി ചെന്നൈക്ക് പോകും. ചെന്നൈ മെയിൽ. നമ്മുടെ ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിലാണ് വരിക. ഇതുവരെ എത്തിയിട്ടില്ല, എത്താനാവുന്നുള്ളൂ. 1:15 എത്തും. അത് ഏറെക്കുറെ ഓൺ ടൈം ആണെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. പ്ലാറ്റ്ഫോമിന് ഇങ്ങേറ്റൊരു പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. പണ്ട് ഇവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല. പണ്ട് ഇവിടെ ഒരു അണ്ടർപാസ് ആയിരുന്നു. പക്ഷേ അണ്ടർപാസ് എല്ലാ പ്ലാറ്റ്ഫോമും കണക്ട് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഇവിടെ പ്രശാന്തി എക്സ്പ്രസ് കിടക്കുന്നുണ്ട് ഭുവനേശ്വറിലേക്കുള്ള. ബംഗളൂരു സിറ്റി ഭുവനേശ്വർ പ്രശാന്തി എക്സ്പ്രസ് കിടക്കുന്നു. വിജയവാഡയുടെ 37344 ആണ് ലോക്കോ. ഞാൻ ഇങ്ങേ അറ്റത്തേക്ക് വന്ന് നമ്മുടെ ട്രെയിനിൻ്റെ ഇൻകമ്മിങ് ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഇങ്ങേ അറ്റത്തോട്ട് കയറി വന്നതാണ്. അപ്പം നമ്മുടെ ട്രെയിനിൽ ജസ്റ്റ് കയറി വരുന്നുണ്ട്. ഇതിപ്പോൾ ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. ഇതിപ്പോൾ ചെന്നൈ ബംഗളൂരു ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ആയിട്ട് വന്നിട്ട് ഇവിടുന്ന് അത് ബംഗളൂരു കോയമ്പത്തൂർ ഉദയ് എക്സ്പ്രസ് ആയിട്ട് കോയമ്പത്തൂരിലേക്ക് പോകും. റേക്ക് ഷെയറിംഗ് ആണ്. വരുന്നതാണ് നമ്മുടെ റേക്ക് AC ഡബിൾ ഡെക്കർ എക്സ്പ്രസ്. ഈ താഴെ ഇരുന്ന് പുള്ളിക്കാരൻ ചെയ്യുന്നത് റോളിംഗ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. റോളിംഗ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും ഹോട്ട് ആക്സിൽ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഉദ്ദേശം. നമുക്കുള്ള ലോക്കോ എന്ന് തോന്നുന്നു ഒരു റോയപ്പുറം വാപ്സാൻ പുറത്തോട്ടിറങ്ങി പോയിട്ടുണ്ട്. അപ്പം നമുക്ക് പോകേണ്ട നമ്മൾ ട്രെയിൻ എത്തിക്കഴിഞ്ഞു. ഈ റേക്ക് ഇനി അല്പം നേരം കഴിയുമ്പോൾ ഇതിന് പുനർനാമകരണം നടത്തിയത് ഉദയ് എക്സ്പ്രസ് ആവും. ഉദയ് എക്സ്പ്രസ് ആയിട്ട് ഇത് തിരിച്ചിനി കോയമ്പത്തൂർക്കാണ് പോവുക. ചെന്നൈയിൽ നിന്ന് വന്ന റേക്ക് കോയമ്പത്തൂർ പോകും. ഇതിൻ്റെ മെയിൻ്റനൻസ് ചെന്നൈയിലാണ് ചെയ്യുന്നത്. ലോക്കോ കപ്ലിംഗ് ഒക്കെ ചെയ്യാനുള്ള സ്റ്റാഫ് എത്തിക്കഴിഞ്ഞു. ഇനി അടുത്ത ലോക്കോ ഇപ്പുറത്ത് വന്ന് കപ്ലിംഗ്. മിക്കവാറും ഇൻകമിങ് വന്ന ലോക്കോ ആയിരിക്കില്ല പോകുന്നത്. ലോക്കോ മാറാനാണ് സാധ്യത. അത് അവിടുന്ന് അവർ ബ്രേക്ക് പൈപ്പും അതൊക്കെ അവിടുന്ന് റിമൂവ് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. നമുക്കുള്ള ലോക്കോ കയറി വരുന്നുണ്ട് 30802 EDLSൻ്റെ. നേരത്തെ ഷണ്ടിൽ നിന്നുണ്ട് ആ ലോക്കോ അല്ല. നേരത്തെ ഷട്ടിൽ നിന്നായിട്ട് റോയപ്പുറത്തിൻ്റെ ലോക്കോ ആയിരുന്നു. ഇത് EDLSൻ്റെ ലോക്കോ ആണ്. കപ്ലിങ്ങിൻ്റെ വീഡിയോ എടുക്കരുതെന്ന് വളരെ മാന്യമായിട്ട് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. മീൻവെൽ ചെന്നൈക്കുള്ള ഡബിൾ ഡെക്കർ എക്സ്പ്രസ് പുറപ്പെട്ടു പോയി. അത് ഉദയ് എക്സ്പ്രസ് ആയിട്ട് വന്ന റേക്കാണ്. അത് ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ആയിട്ട് തിരിച്ചു പോകും. 1:30 ടൈം. അത് ജസ്റ്റ് പുറത്തിറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലോക്കോ കപ്ലിംഗ് ഒക്കെ കഴിഞ്ഞു. കപ്ലിംഗ് കഴിഞ്ഞ് നമ്മൾ പുറപ്പെടാൻ റെഡി ആയിട്ടില്ല. കാര്യം ഇനി HOG കേബിളൊക്കെ കണക്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. കേബിൾസ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല.
പിന്നെ നടുക്ക് കാണുന്നതാണ് CBC കപ്ലേഴ്സ്. നമ്മൾ CBC കപ്ലറിനെ പറ്റി പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. പ്രശാന്തി എക്സ്പ്രസ് അങ്ങനെ ഇറങ്ങി പോവാണ്. നമ്മുടെ ലോക്കോ ജസ്റ്റ് എനർജൈസ് ചെയ്യുന്നു. പാൻറ്റൊക്കെ റേസ് ചെയ്തു. ഇപ്പോൾ എനർജൈസ് ചെയ്യാൻ പോകുന്നു. ഒരു ജസ്റ്റ് HOG EOG കണക്ഷൻ കഴിഞ്ഞുള്ളൂ. ലോക്കോ ഓണായി. ഞാൻ എന്തായാലും എൻ്റെ കോച്ചിലേക്ക് പോകുന്നു. ചേരും കുറച്ച് നേരം എല്ലാ ബാഗും പിടിച്ചുകൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ നമ്മുടെ കോച്ച് ഏറ്റവും ബാക്കിലാണ്. ബാക്കിൽ നിന്ന് മൂന്നാമത്തെ കോച്ചാണ് കണ്ടത് നമ്മുടെ. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കോച്ച് C1 126887. നമുക്കൊന്ന് പെട്ടെന്നൊരു കോച്ച് ടൂർ നടത്തിയേക്കാം. ഇവിടെ സീറ്റ് ലേഔട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഏകദേശം ഇവിടെയായിട്ടാണ് എൻ്റെ സീറ്റ്. എൻ്റെ സീറ്റ് ലോവർ ഡെക്കിലാണ് ഇന്ന്. നമുക്കൊന്ന് ഉള്ളിലോട്ട് കയറിയിട്ട് ഒരു കോച്ച് ടൂർ നടത്താം. കയറുന്ന വഴിക്ക് തന്നെ ഇവിടെ ഒരു ബിൽഡേഴ്സ് പ്ലേറ്റ് ഉണ്ട്. റെയിൽ കോച്ച് ഫാക്ടറി കപ്പൂർത്തല ജനുവരി 2013 പണിതാണ്. അപ്പോൾ അതോട്ട് കയറാം നമുക്ക്. ഓവർ ഡെക്കിലേക്കാണ് ഞാൻ നേരെ പോകുന്നത്. ആണ് നമ്മുടെ ഡെക്ക്. ഈ ഡെക്കിലാണ് നമ്മുടെ സീറ്റ്. എൻ്റെ സീറ്റ് ഇത് ഇവിടെയാണ്. ഇതിലെ വിൻഡോ സീറ്റാണ് എൻ്റെ സീറ്റ് നമ്പർ 10. എനിക്ക് വിൻഡോ സീറ്റാണ് ഭയങ്കര ഉപദ്രവമായിരിക്കും. എന്തായാലും ഇതാണ് നമ്മുടെ ലോവർ ഡെക്ക്. നമുക്കൊന്ന് അപ്പർ ഡെക്ക് ഒന്ന് കണ്ടേക്കാം. ഇത് നടുക്കുള്ളൊരു മെസനൈൻ ഫ്ലോറാണ്. ഇവിടെ കുറച്ച് സീറ്റുണ്ട്. ഇത് സാധാരണ കോച്ചിൻ്റെ ഒക്കെ ഹൈറ്റിലാണ്. ഇവിടെ മുകളിലോട്ടാണ് അപ്പർ ഡെക്ക്. കോച്ചിൻ്റെ ക്ലീനിങ് നടത്തുന്നതിലൂടെ അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ. ഇതാണ് ജംഗ്ഷൻ. ലോവർ ഡെക്കിലേക്കും അപ്പർ ഡെക്കിലേക്കുള്ള വഴിയുടെ. അപ്പർ ഡെക്കിലേക്കുള്ള സ്റ്റെയർ കയറാൻ നോക്കാം. അത്രയ്ക്കൊരു എൽഡർലി സിറ്റിസൺ ഫ്രണ്ട്ലി അല്ല ഇത്. പിന്നെ ഇതാണ് അപ്പർ ഡെക്ക്. അപ്പർ ഡെക്കിലും ലോവർ ഡെക്കിലും ലോവർ തന്നെ 2x3 സീറ്റിംഗ് ആണ്. അപ്പർ ഡെക്കിൻ്റെ ഷെൽഫ് കുറച്ചുകൂടി വലുതായിട്ട്. ലോവർ ഡെക്കിൻ്റെ ഷെൽഫ് വളരെ ചെറുതാണ്. ഇതാണ് അപ്പർ ഡെക്കിൻ്റെ വിഷ്വൽ. ഞാൻ നേരത്തെ കാണിച്ച മെസനൈൻ ഫ്ലോർ. ഇത് സാധാരണ ഒരു AC ചേർക്കാൻ്റെ ഒരു ഹൈറ്റിൽ വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ ഡെക്കർ AC കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസ് ഇനി മുമ്പിലത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഓൾറെഡി യാത്രക്കാർ കയറിയതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുള്ളത്. ബാക്കിലത്തെ ബോർഡും അവന് മാറ്റിയിട്ടൊന്നും ഉണ്ടായത്. ഞാനിപ്പോൾ ജസ്റ്റ് പൊക്കി നോക്കിയത്. അടിയിൽ ഉദയ എക്സ്പ്രസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ട്രെയിന്. നമുക്കിനി ഏകദേശം ഒരു 10-15 മിനിറ്റും കൊണ്ട് പുറപ്പെടാൻ. ഇന്ന് ഒരു CE1 കൂടി ഉണ്ട്. നല്ല തിരക്കുണ്ട് ആക്ച്വലി. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഇന്ന്. നാളെ ഇവിടെ വരമഹാലക്ഷ്മി വ്രതം ഇവിടെ അവധിയാണ്. വ്യാഴം വെള്ളി ശനി ഞായർ 4 ദിവസം ഇവിടുത്തെ ആൾക്കാർക്ക് അവധി കിട്ടുന്നുണ്ട്. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഇന്ന് ഈ വണ്ടി സോൾഡ് ഔട്ട് ആണ്. ഞാൻ ജസ്റ്റ് കുറച്ച് നേരത്തെ കറണ്ട് ചാർട്ട് എടുത്ത് നോക്കിയപ്പോൾ സാധാരണ ഇതിൽ കറണ്ട് റിസർവേഷനിൽ ടിക്കറ്റ് കിട്ടാറുള്ള വണ്ടിയാണിത്. അതുപോയിട്ട് ഇന്ന് ഫുള്ളി സോൾഡ് ഔട്ട് ആണ് വണ്ടി. ഇതാണ് ലോവർ ഡെക്കിൽ നിന്നുള്ള കാഴ്ച. കണ്ടോ, നമ്മൾ നേരെ പ്ലാറ്റ്ഫോമിൻ്റെ ലെവലിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ലോവർ ഡെക്കിൽ നിന്നുള്ള കാഴ്ച. റണ്ണിങ്ങിനുള്ള കാഴ്ച കാണിച്ചു ചേട്ടാ, നല്ല രസമായിരിക്കും. സറ്റ്ലജ് ബിൽറ്റ് സീറ്റാണിത്. സറ്റ്ലജിൻ്റെ മാർക്കിങ് കാണാം. സീറ്റിൻ്റെ കംഫർട്ട് ശോകമെന്നും പറഞ്ഞ പോലെ ഭയങ്കര ശോകമാണ്. വീതി വളരെ കുറവാണ് സീറ്റിന്. വീതി കുറവായതുകൊണ്ട് തന്നെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ സീറ്റ് ബാക്ക്, മറ്റേ പുഷ് ബാക്കിൻ്റെ വടി, അത് വല്ലാണ്ട് കൈ ബാക്കിൽ തട്ടുന്നുണ്ട്. നല്ല പാടാണ് ഇരിക്കാൻ. പിന്നെ ഇതിൻ്റെ ലഗേജ് ഷെൽഫിന് ഹൈറ്റ് വളരെ കുറവായതുകൊണ്ട് ബാഗൊക്കെ കഷ്ടപ്പെട്ട് കുത്തി കയറ്റിരുന്നതിനകത്തോട്ട്. ബാഗിനകത്തുള്ള സാധനങ്ങളും ചീത്തയൊക്കെ ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്നു. മൂന്ന് മിനിറ്റ് ലേറ്റാണ്. ഇപ്പോൾ സമയം 2:18. ജനറലില്ല. അപ്പോൾ നമ്മളങ്ങനെ KSR ബാംഗ്ലൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് നമ്മുടെ യാത്ര തുടങ്ങി. ഈ വണ്ടിയുടെ സ്റ്റാൻഡേർഡ് കോൺഫിഗറേഷൻ 8 AC ഡബിൾ ഡെക്കർ കോച്ചുകളും 5 സെക്കൻഡ് ക്ലാസ് സീറ്റിങ്ങും 2 ജനറേറ്റർ കാറും. അതാണ് ഇതിൻ്റെ സാധാരണ കോമ്പോസിഷൻ. ഇന്നിപ്പോൾ ഒരു എക്സ്ട്രാ AC ചെയർ കാറും കൊണ്ടിട്ടുണ്ട്.
അങ്ങനെ മൊത്തം 16 കോച്ചുള്ള റേക്കാണിത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ബംഗളൂരു സിറ്റി അഥവാ ക്രാന്തിവീര സംഗൊള്ളി റായണ്ണ ബംഗളൂരു സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 1 കിടക്കുന്നത് ബൃന്ദാവൻ എക്സ്പ്രസ് ആണ്. അതിൻ്റെ ബോർഡും KSR ബംഗളൂരു, MGR ചെന്നൈ സെൻട്രൽ കോയമ്പത്തൂർ എന്നാണ്. നമ്മുടെ ബോർഡും അങ്ങനെ തന്നെയാണ്. അത് ബൃന്ദാവൻ എക്സ്പ്രസ് ബാർ കോവ എക്സ്പ്രസ് ആണ്. ഇത് ഉദയ എക്സ്പ്രസ് ബാർ ചെന്നൈ ഡബിൾ ഡെക്കറാണ്. കൃഷ്ണരാജപുരത്തിന് 39279 ആണല്ലോ. അപ്പോൾ നമ്മളങ്ങനെ KSR ബംഗളൂരിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങുന്നു. എട്ടല്ല, സോറി 7 C7 വരെയാണ് റെഗുലർ കോമ്പസിഷൻ. C8 അല്ല, C7 വരെ ഉള്ളൂ. ഇതാണ് ബംഗളൂരു കന്റോൺമെൻറ്റ് സ്റ്റേഷൻ. നമുക്കിവിടെ സ്റ്റോപ്പില്ല, സ്കിപ്പാണ്. ലൂപ്പ് ലൈൻ വഴി നമ്മൾ സ്കിപ്പാണ്. ലൂപ്പല്ല, മെയിൻ ലൈൻ തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ യാത്രയിൽ നമ്മൾ ഇവിടെയായിരുന്നു വന്ന് ഇറങ്ങിയത്. പ്ലാറ്റ്ഫോം 1Bയിലായിരുന്നു നമ്മൾ വന്ന് ഇറങ്ങിയത് കഴിഞ്ഞ യാത്രയിൽ. ഇതാണ് കന്റോൺമെൻറ്റ് സ്റ്റേഷനിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർച്ച്ഡ് റൂഫ് ഏരിയ. ഇവിടുത്തെ പഴയ ബിൽഡിങ്ങൊക്കെ പൊളിച്ച ഒരു പുതിയ പണിയാണ്. കണ്ടോ, ഹെറിറ്റേജ് ബിൽഡിങ്ങൊക്കെ പൊളിച്ചു വരും. ഹെറിറ്റേജ് ബിൽഡിങ്ങൊക്കെ പൊളിച്ച ഒരു പുതിയ പണിയാണ്. ഈ കാണുന്നതാണ് പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഇന്നലെ രാത്രി ഞാൻ ഇരുട്ടത്തെക്കുറിച്ച് കാണിച്ചായിരുന്നു. ആ കാണുന്നതാണ് പുതിയ 6 പ്ലാറ്റ്ഫോമുകൾ, 1A മുതൽ 1E വരെ. നമ്മളിന്നലെ 1Bയിലായിരുന്നു വന്നത്. ആ കിടക്കുന്നതൊക്കെ പല ട്രെയിനുകളിലെ സ്പെയർ കോച്ചുകളാണ്. ചെറുതായിട്ട് മഴ ചാറി തുടങ്ങി. ഈ കാണുന്നതാണ് ബംഗളൂരു കന്റോൺമെൻറ്റിലെ ഡെമോ ഷെഡ്.
അതായിരുന്നു കൻറ്റോൺമെൻറ്റ് സ്റ്റേഷൻ. കൻറ്റോൺമെൻറ്റിൽ നിർത്താത്ത വളരെ ചുരുക്കം വണ്ടികളൊന്നാണിത്. മഴ ശക്തി പിടിച്ച് വരിക. ഇവിടെ നിന്നും ക്വാഡ്രൂപ്ലിംഗ് വർക്കിൽ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. ഇതാണ് ബംഗളൂരു ഈസ്റ്റ് സ്റ്റേഷൻ. നല്ല മഴയായി. ബയ്യപ്പനള്ളി ഹോമാന്ന് തോന്നുന്നു. നമുക്ക് ആംബറാണ്. ഗവർമെൻറ് SMBT-യിലോട്ടുള്ള ലൈൻ്റെ ഹോമായിരിക്കും അത്. ഇതായിരുന്നു ബംഗളൂരു ഈസ്റ്റ് അഥവാ ബംഗളൂരു പൂർവ്വ. ഈ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ചെറുതാവും. കാര്യം അവിടെ 4th ലൈൻ വരും. 3rd and 4th ലൈൻ വരും. 4th ലൈൻ അവിടെ വരും. 3rd ലൈൻ ലെഫ്റ്റ് സൈഡിൽ വരിക. ഈ ലെഫ്റ്റോട് കാണുന്നല്ല ഞാൻ SMBT-യിലോട്ട് പോകുന്നത്. ഇൻട്രസ്റ്റിംഗ്. ഇതിനാണ് ഇവിടെ കിടക്കുന്ന വണ്ടി.
സൈഡിലൊരു വന്ദേ ഭാരത് ഉണ്ടായിരുന്നു. ഇത് മിക്കവാറും കൽബുർഗി SMVT ബംഗളൂരു ആയിരിക്കണം. അപ്പുറത്തെ സൈഡിൽ ഗുവാഹട്ടി SMVT ബംഗളൂരു ഉണ്ടായിരുന്നു. ഇതായിരുന്നു ബയ്യപ്പനഹള്ളി സ്റ്റേഷൻ. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ റാമ്പ് കയറി പോകുന്ന ഹൊസൂരിലേക്കുള്ള ലൈന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ട്രാവൽ ചെയ്ത കോയമ്പത്തൂർ ഇൻ്റർസിറ്റി ഇതുവഴിയായിരുന്നു നമ്മൾ പോയത്. ആ പാലത്തിന് നമ്മളിവിടെ പോകുന്നത് ബാംഗ്ലൂർ മെട്രോൻ്റെ ലൈനാണ്. ബാംഗ്ലൂർ മെട്രോൻ്റെ പർപ്പിൾ ലൈനാണത്. ഈ മുകളിൽ കൂടെ പോകുന്നതെന്ന ഹൊസൂർ യശ്വന്ത്പൂർ ലൈന്. ആ ലൈനെ കൺട്രോൾ ചെയ്യുന്ന ഓക്സിലറി ബൈപ്പാസ് ക്യാബിനാണിത്. നമ്മൾ ജസ്റ്റ് കൃഷ്ണരാജപുരത്തേക്ക് അടുക്കുന്നു. ഈ ട്രെയിനിൻ്റെ ഒരുവിധം തിരക്ക് മൊത്തം കൃഷ്ണരാജപുരത്തു നിന്നാണ് കയറുന്നത്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് കയറിയത് ഒരു ചെറിയ തിരക്ക് മാത്രമാണ്, ചെറിയൊരു പോപ്പുലേഷൻ മാത്രമാണ്. ബാക്കി മൊത്തം ഇവിടെ നിന്നാണ് കയറാൻ പോകുന്നത്. ഈ തിരക്ക് മൊത്തം നമ്മുടെ വണ്ടിക്കല്ല, നമ്മുടെ പുറകെ വരുന്ന പല വണ്ടികൾക്കായിട്ടുള്ള തിരക്കാണത്. ടാറ്റാ നഗറിന് 37187 വാപ് 7 ആണ് നിൽക്കുന്നത്. ഹൗറ SMVT ദുരന്തോ എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. നമ്മളങ്ങനെ പുറപ്പെടാൻ റെഡിയായി. മിസ്സിലടിച്ചു. അങ്ങനെ കൃഷ്ണരാജപുരത്ത് നിന്ന് പുറപ്പെട്ടു. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി ബാക്കി കാണുന്ന തിരക്കൊക്കെ ബൃന്ദാവൻ എക്സ്പ്രസ്സും അതുപോലെ വരുന്ന ഏതെങ്കിലും മെമൂനായിരിക്കും. കുറച്ച് തിരക്ക് കണ്ടിട്ട് നോർത്ത് ഇന്ത്യ ടൈപ്പ് തിരക്ക് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും വണ്ടി ഇവിടുന്ന് നമ്മുടെ SMVT നിന്ന് വരുന്നുണ്ടാവും. ഇവിടുന്ന് വണ്ടിയോട് കയറി ഇറങ്ങാന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള ടാസ്ക് അല്ല. ഭയങ്കര തിരക്കാണ്. ക്വാഡ്രൂപ്ലിംഗ് വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ടിട്ട് എനിക്ക് വലിയ സ്പീഡുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും അങ്ങനെ ഒരുപാട് വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നില്ല.
ബോഡി ഹോൾട്ട് സ്റ്റേഷൻ. വൈറ്റ്ഫീൽഡ് സാറ്റലൈറ്റ് ഗുഡ്സ്. വലിയൊരു ഗുഡ്സ് യാർഡാണ്. ഇവിടെ വാഗൺ മെയിൻ്റനൻസ് ഫെസിലിറ്റിയും എല്ലാം ഉണ്ട്. ആ കാണുന്ന ഗ്ലാസിൻ്റെ ബിൽഡിംഗാണ് വൈറ്റ്ഫീൽഡ് മെട്രോ ടെർമിനസ്, കാടുകോടി സ്റ്റേഷൻ. താഴെ ഗോ മോഡൽ G9 കിടക്കുന്നുണ്ടായിരുന്നു. ഇത് വൈറ്റ്ഫീൽഡ് സ്റ്റേഷൻ കൂടെ റൺ ത്രൂ ആണ് ഇപ്പോൾ. വൈറ്റ്ഫീൽഡ് കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് നേരം ഉള്ളിൽ പോയിരിക്കാമെന്ന് വിചാരിക്കാം. കാരണം അങ്ങനെ മേജറായിട്ട് ക്രോസിങ്സ് ഒന്നും എൻ്റെ ഓർമ്മയിലൊന്നും ഇല്ല. നമുക്കിനി ബംഗാർപേട്ട് സ്കിപ്പ് കാണാം. നെക്സ്റ്റ് ബംഗാർപേട്ട് റൺ ത്രൂ. ഒരു 20-year-old G7 ഹോൾഡ് ഫ്ലൈറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ. തിരക്കോത്ത് ഏത് വണ്ടികളാണോ? ട്രാക്ക് സൗണ്ട് അങ്ങനെ തന്നെയുണ്ട്. എനിക്കൊന്ന് ട്രാക്ക് ചെയ്യുന്ന സൗണ്ടാണ് തോന്നുന്നത്. നമ്മളെന്തായാലും ബാംഗ്ലൂർ വിട്ടിട്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ കുപ്പം എത്താറായി. ഗുരുപ്പള്ളി സ്റ്റേഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. അടുത്താണ് കുപ്പം.
നമ്മൾ അടുത്ത സ്റ്റോപ്പായ കുപ്പം സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ലൂപ്പ് ലൈനാണ് പ്ലാറ്റ്ഫോം. നേരത്തെ പറഞ്ഞിട്ടാണ് കുപ്പം സ്റ്റേഷൻ ഇരിക്കുന്ന ആന്ധ്രാപ്രദേശിലാണ്. നമ്മളൊരു ചെറിയ സ്ട്രെച്ച് ആന്ധ്ര കൂടെ വിടും, ആ ഒരു സ്ട്രെച്ചാണിത്. നമ്മളിപ്പോൾ ഏകദേശം മുളനൂർ സ്റ്റേഷൻ വരെ ആന്ധ്രാപ്രദേശ് കൂടെ വിടും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ തമിഴ്നാട്ടിലേക്ക് കയറും. കർണാടകയിൽ തുടങ്ങി നമ്മൾ ബംഗാർപേട്ട കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗുഡിപ്പള്ളിയൊക്കെ നേരത്തെ കവർ ഗുഡിപ്പള്ളിയൊക്കെ ആന്ധ്രാപ്രദേശിലായിരുന്നു, ആന്ധ്രയിൽ കയറിയായിരുന്നു. കുറച്ച് ദൂരം കൂടെ ഓടിയിട്ട് നമ്മൾ പിന്നെ തമിഴ്നാട്ടിലേക്ക് കയറും. കിടക്കുന്ന ജോലാർപേട്ട് KSR ബംഗളൂരു മെമ്മോ ആണ്. ബെമ്മൽ ബെൽറ്റ് റേക്കാണ്. കോർ മാർക്കിങ്സ് ആണ്. കോർ എന്ന് പറയുമ്പോൾ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ മാർക്കിങ്സ് ആണ്. ഇതാണ് കുപ്പം സ്റ്റേഷൻ. നമ്മൾ ബിഫോർ ടൈം പോലാണെന്ന് അറിയില്ല, എന്തായാലും കുറച്ച് നേരം നിൽക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് കുപ്പം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ആ വണ്ടിയിൽ തിരക്കുണ്ട്, ആൾക്കാർ തറയിലും എല്ലായിടത്തും ഇരിക്കുകയാണ് വണ്ടിക്കകത്ത്. നേരത്തെ ജോലാർപേട്ട KSR ബംഗളൂരു മെമ്മോ ആണത്. ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു ഡിസൈനിൽ റൂഫ് വരുന്നുണ്ട്. ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഷീറ്റ് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നുള്ള കണ്ടറിയാം. നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന ഏതോ നാശവണ്ടിയായിരുന്നു. അസാധ്യ നാശമാണ് ഇവിടുന്ന് വരുന്ന വണ്ടികൾക്ക്. അതെങ്ങനെയാണ് ഈ ആൾക്കാർ ഈ ഒരു പെക്യുലർ നാശം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല ബ്ലൂ സ്കൈസ് അല്ല, നീലാകാശം, ചുവന്ന ഭൂമിയാണ്. ഇതൊക്കെ ഒരു ചെറിയ ഘാട്ട് സെക്ഷൻ പോലെയാണ്. മുള്ളൂർ കഴിഞ്ഞുകൊണ്ട് നമ്മളൊരു ഘാട്ടിലേക്കാണ് കയറാൻ പോകുന്നത്.
ഇവിടുന്ന് അപ്പ് ലൈനും ഡൗൺ ലൈനും വെവ്വേറെ അലൈൻമെൻറ്റിലേക്ക് പോകും. ഇനി ഒരു പാച്ചൂർ എത്തിയിട്ട് വീണ്ടും കണ്ടുമുട്ടുള്ളൂ. അതുവരെ സെപ്പറേറ്റ് അലൈൻമെൻറ്റാണ്. ഇനി മുളനൂർ ആന്ധ്രാപ്രദേശിലായിരുന്നു, പാച്ചൂർ തമിഴ്നാട്ടിലാണ്. പിന്നെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ ബോർഡർ പാസ് ചെയ്യും. നമ്മൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലെ അവസാനത്തെ സ്റ്റേഷനായ സോമനായക്കൻ പട്ടിയിലേക്ക് എത്തി. അല്പം കൂടി മുന്നോട്ട് കഴിഞ്ഞാൽ നമ്മൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ നിന്ന് നമ്മൾ സദേൺ റെയിൽവേയിലേക്ക് മാറും. ഇതായിരുന്നു ബോർഡ്, ജൂറിസ്ഡിക്ഷൻ ബോർഡ്. ആ തുരുമ്പിച്ച ബോർഡാണ് ജൂറിസ്ഡിക്ഷൻ ബോർഡ്. നമ്മളിപ്പോൾ സാധാരണ റെയിൽവേയിലേക്ക് കയറി കുറച്ച് മുന്നോട്ട് പോയി നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞ് നമ്മൾ ടുവേർഡ്സ് തിരുപ്പത്തൂർ പോകും. ആ കാണുന്നതായിരുന്നു സിഗ്നൽ. ആ സിഗ്നൽ നമുക്ക് റൈറ്റിലോട്ടുള്ള റൂട്ട് ഇൻഡിക്കേറ്റർ നേരത്തെ വന്നിട്ടുണ്ടാവുമായിരിക്കും.
നമ്മളിത് ജസ്റ്റ് അങ്ങനെ ബൈപ്പാസ് ലൈനിലോട്ട് പ്രവേശിക്കുകയാണ്. നേരെ പോകുന്ന രണ്ടെണ്ണം മെയിൻ ലൈൻസ്. ആ മെയിൻ ലൈനിൽ 80 km/h എന്ന ബോർഡ് ലെഫ്റ്റ് സൈഡിലത്തെ രണ്ടാമത്തെ ട്രയാങ്കിളില്ലേ, അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു ട്രാക്കും കൂടി പോകുന്നതാണ്. അത് ജോലാർപേട്ട യാർഡിലേക്ക് പോകുന്നതാണ്. ജോലാർപേട്ട ഫ്രൈറ്റ് യാർഡിലേക്ക് പോകുന്ന ലൈനാണത്. ഈ മലനിരകൾക്ക് മുകളിൽ എവിടെയാണ് എൻ്റെ അറിവിൽ ഏലഗിരി എന്ന് പറയുന്ന ടൂറിസ്റ്റ് സ്പോട്ട്. എൻ്റെ അറിവിൽ നമ്മളങ്ങനെ ബൈപ്പാസ് ലൈനിലേക്ക് കയറി. ആ കാണുന്ന ബിൽഡിങ് ബൈപ്പാസ് ക്യാബിനാണ്. ബൈപ്പാസ് ക്യാബിനല്ല, ജോലാർപേട്ട ക്യാബിൻ, സോറി. അങ്ങ് ദൂരെ കാണുന്നൊരു പാലമില്ല, ആ പാലം മെയിൻ ലൈനിലാണ്. അതായത് മെയിൻ ലൈനിലെ ട്രെയിനുകൾക്ക് ഫ്ലൈറ്റ് യാർഡിലേക്ക് പോകുന്നൊരു പാലമാണത്. മെയിൻ ലൈൻ ട്രെയിനിൽ പോകുന്ന പൊക്കമുള്ളൊരു റാമ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇലക്ട്രിഫൈഡ് ലൈൻസ് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. അത് മെയിൻ ലൈനിലാണ്. അപ്പ് ലൈനിലെ ട്രെയിനുകൾ ഉപയോഗിക്കുന്നൊരു എംബാങ്ക്മെൻ്റാണത്. ഇത് മെയിൻ ലൈൻ വഴി ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ടോ? അവൻ ക്ലിയർ ആവുന്നവരെ നമ്മൾ നിൽക്കേണ്ടി വരും. ഒരു G9 ഹോൾഡ് ഫ്രൈറ്ററായിരുന്നു. ഫ്രൈറ്റർ ക്ലിയർ ആയി കഴിഞ്ഞു. നമുക്കിനി സിഗ്നൽ ഉടനെ കിട്ടും തോന്നുന്നു. ഏതോ ഒരു ട്രെയിൻ, വന്ദേ ഭാരത് എക്സ്പ്രസ്, നമ്മളിവിടെ വെച്ച് തന്നെ ഓവർടേക്ക് ചെയ്ത് പോയി. റണ്ണിങ് ഓവർടേക്ക് കിട്ടുന്ന വിചാരിച്ചാൽ ഇവിടെ വെച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയി. കുറച്ച് നേരം കടന്നിട്ട് ഇപ്പം അനങ്ങി തുടങ്ങി. ഈ കാണുന്നതാണ് മെയിൻ ലൈന്, ചെന്നൈ മാംഗ്ലൂർ മെയിൻ ലൈൻ. അവിടെ ഒരു പഴയ പാലം കാണുന്നത്, പണ്ട് അവിടെ എന്തോ ഒരു പാലം ഉണ്ടായിരുന്നു അവിടെ. അതായത് ഒരു ബൾബ് ലൂപ്പ് പോലെ ഒരു ലൂപ്പ് ലൈൻ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. പഴയ എംബാങ്ക്മെൻറ്റ് ഇപ്പോഴും കാണാം, പക്ഷേ ലൈൻ ഇപ്പം ഇല്ല. അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം വെച്ച് തേച്ച് ഒട്ടിച്ചിട്ട് നമ്മളിപ്പോൾ വിടുന്നു. നമ്മളിപ്പോൾ ഈ മെയിൻ ലൈനിലേക്ക് നമ്മളിപ്പോൾ മേർജ് ചെയ്യും. ജോലാർപേട്ട ബൈപ്പാസ് ക്യാബിൻ, സി ക്യാബിനാണ് തോന്നുന്നത്.
ബി ക്യാബിനായിരുന്നു അത്. ക്യാബിൻ ബി എന്ന് എഴുതിയിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ അപ്പുറത്തെ സൈഡിൽ മെയിൻ ലൈനിലോട്ട് ജോയിൻ ചെയ്യുന്നു. ആംബർ സിഗ്നലാണ് നമുക്ക് കാര്യം നമുക്ക് തിരുപ്പത്തൂർ സ്റ്റോപ്പുണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ നമ്മൾ കാത്ത ഏതോ ഒരു ട്രെയിൻ നിൽക്കുന്നുണ്ട്. ഒരു G9 ഹോൾഡ് ഫ്രൈറ്ററാണ്. ആ G9 തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് സദേൺ റെയിൽവേ സേലം ഡിവിഷൻ നിൽക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് സേലം ഡിവിഷനാണ്. നമ്മൾ തിരുപ്പത്തൂർ സ്റ്റേഷനിലേക്ക് കയറുന്നു. ഇതാണ് സദേൺ റെയിൽവേയിലെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ്. തിരുപ്പത്തൂരിൽ നിന്ന് വിട്ട് നമ്മുടെ അടുത്ത സ്റ്റോപ്പിന് സേലം ഈരോട് തിരുപ്പൂർ കോയമ്പത്തൂർ അത്ര നമ്മൾ സ്റ്റോപ്പ്. നേരത്തെ പോയത് എറണാകുളം കർണാടക എക്സ്പ്രസ് ആയിരുന്നു.
ആലപ്പുഴ വെമ്പ എക്സ്പ്രസ് ആയിരുന്നത്. ഇവിടെ ഒരു ട്വിൻ സിംഗിൾ ലൈനാണ്. അത് നിങ്ങൾ ഓപ്പോസിറ്റ് ലൈനിലും സിഗ്നൽ കണ്ടത്.
ജോലാർപേട്ട പാസഞ്ചർ ആയിരുന്നു. സോറി, ജോലാർപേട്ട ഈറോഡ് പാസഞ്ചറാണ്. ഓമലൂരിൽ നിന്ന് വരുന്ന ലൈനാണ്. ഇതാണ് മാഗ്നസൈറ്റ് ജംഗ്ഷൻ ക്യാബിൻ. അപ്പോൾ ഇവിടെ കാണുന്ന ലൈന്, ഇപ്പോൾ അകത്തോട്ട് പോകുന്ന ലൈൻ കാണുന്നത് സേലത്തുനിന്ന് ഓമലൂരിലേക്കുള്ള ലൈനാണ്. ഈ ലൈൻ അണ്ടർപാസ് വഴി വന്ന ലൈനിൽ നമ്മൾ യാത്രകളാണ്. സേലം ജംഗ്ഷനിലേക്ക് കയറുകയാണ്. ഡോർ ലെഫ്റ്റ് സൈഡിലാണ്. ഒരുപാട് പേര് ഇറങ്ങാനുണ്ട്. അപ്പോൾ ഡോർ ഓക്യുപ്പൈഡ് ആണ്. വെൽക്കം ടു സേലം ജംഗ്ഷൻ. നമ്മളൊരു ഇത്തിരി ലേറ്റാണ്. മണി 6:01 ആയി കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട ഫിൽറ്റർ കോഫി ഞാൻ മേടിച്ച് ജസ്റ്റ് കോച്ചിലേക്ക് തിരിച്ചു വരുന്നു. പുറപ്പെടുവാൻ തോന്നുന്നു. ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സൗണ്ട് കേൾക്കാണ്ട് നമ്മൾ ജസ്റ്റ് സേലത്തുനിന്ന് പുറപ്പെട്ടു. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു ട്രെയിൻ കയറി വരുന്നത്, ഒരു വാബ് 7 ഹോൾഡ് ട്രെയിൻ. അത് മിക്കവാറും കൊച്ചുവേളി കോർബ എക്സ്പ്രസ് ആയിരിക്കണം. കൊച്ചുവേളി കോർബ എക്സ്പ്രസ് ആണത്. ഇതിന് AC 3 ടയർ അല്ല, മൊത്തം AC എക്കണോമിയും പിന്നെ സെക്കൻഡ് AC ഉള്ളത്. 3 ടയർ കോച്ചുകളൊന്നുമില്ല. അങ്ങനെ സേലം ജംഗ്ഷൻ കഴിഞ്ഞു. ട്രെയിനിലെ കാറ്ററിംഗ് ട്രൈ ചെയ്തില്ലെന്ന് ആരും പറഞ്ഞില്ല. ട്രെയിനിലെ കാറ്ററിംഗ് മേടിച്ചാണിത്. ബ്രെഡ് ഓംലെറ്റാണ് മേടിച്ചത്. അതിന് വേറെ സമോസ കണ്ടൊക്കെ വന്നു. അപ്പോഴൊക്കെ നമ്മുടെ ഡോറിലായിരുന്നു. ചപ്പാത്തി വന്നു. ചപ്പാത്തി കൊണ്ട് ഞാൻ എന്തായാലും ഡിന്നർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബ്രെഡ് ഓംലെറ്റ് വന്നിട്ടുണ്ട്. സേലത്തുനിന്ന് ഓടിയതാന്ന് തോന്നുന്നു. നല്ല ചെറിയൊരു ചൂടുണ്ട് ഇപ്പോഴും.
ബ്രെഡിനകത്ത് ഓംലെറ്റ് വെച്ചിട്ടുണ്ട്, ബട്ടറുണ്ട്, അതുപോലെ ഒരു ചെറിയ എമൗണ്ട് ബട്ടറും സോസും വന്നിട്ടുണ്ട്. സേലം വഴിക്ക് സ്വച്ഛമാണ്. നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുള്ളതാണ്. വളരെ പെട്ടെന്ന് ഇരുട്ടായി തുടങ്ങി. നമ്മൾ മാവേലിപ്പാളയം എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. സമയം 6:35. ശബരി എക്സ്പ്രസിനെ ക്രോസ് ചെയ്യണമായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞോ അതിന് ബാക്കിയാണോ എന്ന് അറിയില്ല കേട്ടോ. ശങ്കരീദുർഗ് സ്റ്റേഷനായിരുന്നു. കാണുന്ന ഈറോഡ് ചോടാർപ്പൽ പാസഞ്ചറാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ശബരി നമ്മൾ മിസ് ചെയ്തു. നമ്മൾ എന്താ പറയുന്നത്, സിംഗിൾ ലൈൻ സെക്ഷനിലായിരുന്നു. ശബരി എവിടെയോ കയറിപ്പോയി. തമിഴ്നാടും കർണാടകവും തമ്മിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്ന കാവേരി നദിയാണ്. ഭയങ്കര കെമിക്കൽ മണം. അപ്പം നമ്മളങ്ങനെ ഈ റോഡ് ജംഗ്ഷനിലേക്ക് എത്തുന്നു. ഞാൻ എൻ്റെ ഡിന്നർ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് കിട്ടും. അപ്പം നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യാണ് അറ്റ് ഈറോഡ് ജംഗ്ഷൻ. നമ്മുടെ ഫുഡ് വന്നു, സൊമാറ്റോക്കാരൻ വരുന്നുണ്ട്. നമ്മുടെ ഫുഡ് വന്നു, സൊമാറ്റോക്കാരൻ വരുന്നുണ്ട്.
ट्राई डिपेंड करेगा തലപ്പാക്കട്ടി ബിരിയാണി ബിരിയാണിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സ്വിഗ്ഗി വഴി ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നു. ഒരു കയ്യിൽ ഫുഡുണ്ട്. സമയം ഇപ്പോൾ 7:02. നമ്മൾ ഇത്തിരി ലേറ്റ് എനിക്കൊന്ന് 2 മിനിറ്റ് ലേറ്റാന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ട് നമുക്ക് 2 സ്റ്റോപ്പും കൊണ്ട് തിരുപ്പൂരും കോയമ്പത്തൂർ നോർത്തും. പിന്നെ നമ്മൾ നേരെ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് പോയിക്കോളും. 9 മണിയാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ ടൈം. ഞാൻ അവിടുന്ന് തൊട്ട് പുറകെ വരുന്ന വെസ്റ്റ് കോസ്റ്റ് പിടിച്ച് പാലക്കാട്ടേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ആക്ച്വലി കേരളത്തിലേക്ക് വരുന്നവർക്കുള്ള നല്ല ഓപ്ഷൻ ഡബിൾ ഡെക്കർ എക്സ്പ്രസ്. ഇത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോയമ്പത്തൂർ നാട്ടിലേക്ക് വന്ന ബസ്സുകൾ കിട്ടും. ഗാന്ധിപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് തിരുവനന്തപുരം, കൊട്ടാരക്കര അങ്ങനെയൊക്കെ ബസ്സുകളുണ്ട്. രാത്രി എറണാകുളം ബസ്സുണ്ട്. അങ്ങനെ കുറച്ചധികം ബസ്സുകളുണ്ട്. അപ്പോൾ കോയമ്പത്തൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ്സിന് കണക്ട് ചെയ്ത് നാട്ടിലേക്ക് പോകാം, കേരളത്തിലേക്ക് പോകേണ്ടവർക്ക്. പിന്നെ ഈറോഡിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡിന്നർ കഴിക്കും. കോയമ്പത്തൂർ ഇറങ്ങി ഡിന്നർ കഴിക്കാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്തത്. കോയമ്പത്തൂർ ഇറങ്ങി കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വെസ്റ്റ് കോസ്റ്റ് കിട്ടില്ല. ഇനി പാലക്കാട് നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പാലക്കാട് എത്തുമ്പോഴേക്കും 11 മണിയാവും. അപ്പോൾ നമുക്ക് വെസ്റ്റ് കോസ്റ്റിന് വേണ്ടി സ്ലീപ്പറിൽ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. 55 കിലോമീറ്റർ പോകാൻ വേണ്ടി സ്ലീപ്പറിൽ ബുക്ക് ചെയ്ത ഏക ആൾ ഞാനായിരിക്കും. പക്ഷേ വേറെ വഴിയില്ല, ജനറലിൽ കയറാൻ പറ്റില്ല. കാലുകുത്താൻ ചെയ്ത തിരക്കായിരിക്കും ജനറലിൽ. സ്ലീപ്പറിലൊന്ന് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈറോഡ് ജംഗ്ഷന് പുറത്തിറങ്ങാനുള്ള റോഡ് ഭയങ്കര ലോങ്ങാണ്. അപ്പോൾ അങ്ങനെ ഈറോഡ് ജംഗ്ഷൻ കഴിഞ്ഞു, നേരെ റിട്ടാവുകയും ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തുള്ള സ്റ്റേഷനുകൾ കാണാം, വേറൊന്നും കാണാനുണ്ടാവില്ല. നമ്മളങ്ങനെ തിരുപ്പൂരിലേക്ക് എത്തുകയാണ്. അപ്പുറത്തെ സൈഡിൽ ഡോറ് ഫുള്ളാണ്. കുറച്ചധികം പേര് ഇറങ്ങാനുണ്ട്. അതാണ് ഇപ്പോഴത്തെ സൈഡിൽ തിരുപ്പൂരിൻ്റെ എൻട്രി പിടിച്ചത്. ഇവിടെ നമ്മളൊരു മെമോനെ ക്രോസ് ചെയ്യണം. അത് ഇവിടെ ഉണ്ടാകുന്ന പ്രതീക്ഷയിലും കൂടിയായിരുന്നു ഞാനിവിടെ നിന്നത്. ഇതാണ് ഈ റോഡിൽ നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. ബസ് ഇറങ്ങിയെന്ന് പെട്ടെന്ന് വിടും നമ്മൾ. ഞാൻ തിരിച്ച് ഉള്ളിലേക്ക് പോവാം. നമ്മുടെ ഫുഡ് കഴിച്ചേക്കാം. ഫുഡ് വന്നിരിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് നേരമായല്ലോ. ഫുഡ് കഴിച്ചിട്ട് ഇരുന്നേക്കാം. സമയം എന്തായാലും 7:45. അപ്പോൾ നമ്മളിത് ജസ്റ്റ് തിരുപ്പൂരിൽ നിന്ന് പുറപ്പെട്ടേക്കണ്ട ലോ ലെവൽ പ്ലാറ്റ്ഫോമാണ്. സോറി, നമ്മുടെ കോച്ച് പ്ലാറ്റ്ഫോം ലെവലിലാണ്. അതാണ് കറക്റ്റ്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ്. ബിരിയാണിയും ഒരു ജ്യൂസ് എക്സ്ട്രാ ഓർഡർ ചെയ്തത്, രണ്ടും വന്നിട്ടുണ്ട്. നോക്കിയാൽ എന്തൊക്കെയുള്ളതൊക്കെ നോക്കാം. ഇതാണ് ബിരിയാണി. ഇത് പനീർ ബിരിയാണിയാണ് ഞാൻ പറഞ്ഞത്. പനീർ തലപ്പാക്കട്ടി സ്റ്റൈൽ പനീർ ബിരിയാണി. അതിൻ്റെ കൂടെ ഒരു സാലനയും ഒരു സലാഡും തന്നിട്ടുണ്ട് അവർ. സ്പൂൺ വെക്കാൻ മറന്നു തോന്നുന്നു. യൂഷ്വലി ഒരു സ്പൂൺ വെക്കുന്നതാണ്, സ്പൂൺ വെച്ചിട്ടില്ല. ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഏതോ ഒരു ട്രെയിൻ പുറപ്പെട്ടു പോകുന്നു. മെമു ആണെന്ന് തോന്നുന്നു, മേട്ടുപ്പാളയം മെമു. നമ്മളങ്ങനെ കോയമ്പത്തൂർ നോർത്തിലെത്തി. അപ്പം നമ്മളങ്ങനെ നോർത്തിൽ നിന്ന് വിടുന്നു. സമയം ഇപ്പോൾ 8:40, 20:40. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു കഷ്ടിച്ച് എനിക്കത് 3-4 കിലോമീറ്റർ ഉള്ളെന്ന് തോന്നുന്നു നോർത്ത് സൗത്ത് ജംഗ്ഷനിലേക്ക്. കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് ഒരു 4 കിലോമീറ്റർ കൂടെ ഉള്ളെന്ന് തോന്നുന്നു.
സോ എവിടെയും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു 8:50 ആകുമ്പോഴേക്കും ജംഗ്ഷനിലേക്ക് കയറി ചെല്ലണം. നല്ല തിരക്ക് ഇവിടെ ഇറങ്ങി കേട്ടോ. അതായത് നമുക്ക് ടാറ്റാബാദ്, സായിബാബ കോളനി അങ്ങനത്തെ ഏരിയാസിലൊക്കെ പോയി നോർത്തിൽ ഇറങ്ങുന്നതാണ് എളുപ്പം. അഞ്ച് മിനിറ്റോളം ഔട്ടർ സിഗ്നൽ, ഹോം സിഗ്നൽ പിടിച്ചിട്ടിട്ട് നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് കയറുന്നു. കണ്ടിട്ട് പ്ലാറ്റ്ഫോം 6 ആണെന്ന് തോന്നുന്നത്, നോട്ട് ഷുവർ. നമ്മൾ എക്സ്ട്രീം റൈറ്റിലോട്ടാണ് പോകുന്നത്. ഈ കാണുന്ന ലൈനിലൊക്കെ ട്രെയിനുണ്ട്. അങ്ങേയറ്റത്ത് 37546 കേരള എക്സ്പ്രസ്സിൽ കിടക്കുന്നുണ്ട്. ഇവിടെ 25007 ഇതാ ട്രെയിൻ എന്നറിയില്ല. കേരളത്തിൽ നിന്നുള്ള ട്രെയിനാണ്. മാംഗ്ലൂർ കോയമ്പത്തൂർ 16324. സമയം 8:58, 2 മിനിറ്റ് ഹെഡ് ഓഫ് സ്കെഡ്യൂളായിട്ട് നമ്മൾ കോയമ്പത്തൂരേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ 8:59 നമ്മൾ നിർത്തി. 8:58 പ്ലാറ്റ്ഫോം കയറിയത് 8:59 നമ്മളെത്തി. അപ്പോൾ 1 മിനിറ്റ് ഹെഡ് ഓഫ് ഷെഡ്യൂൾ നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉദയ എക്സ്പ്രസ് യാത്ര ഇതോടുകൂടി അവസാനിക്കുകയാണ്. വീഡിയോ ഞാൻ ക്ലോസ് ചെയ്യായിട്ടില്ല. ഞാനിപ്പോൾ ഇവിടുന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ട്രെയിനിൻ്റെ എൻട്രിയും കൂടി കാണിച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്യാമെന്ന് ഇരിക്കുക. കാര്യം അതെന്തായാലും സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അടുത്ത ട്രെയിനായി 22637 ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 വരിക. പ്ലാറ്റ്ഫോം നമ്പർ 1 അതിൻ്റെ കോച്ച് പൊസിഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉറപ്പായി. അപ്പോൾ വണ്ടി വരാൻ ഇനി ഏകദേശം ഒരു 40 മിനിറ്റ് കൂടി ഉണ്ട്. നമുക്ക് ഈ 40 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ഒരു കാപ്പി വരെ കുടിച്ചിട്ട് വരാം. കാര്യം ഞാൻ വീട്ടിലെത്താൻ എങ്ങനെ ഒരു 1 മണി എടുത്താവും. അത്രയും നേരം ഉണർന്നിരിക്കണമല്ലോ. ഇതാണ് അവിടെ നല്ല കാപ്പി. 30 രൂപയാണ് ഇതിന്. നല്ല കാപ്പി പക്ഷേ. അപ്പോൾ നമുക്കിനി പോകേണ്ട അടുത്ത വണ്ടിയാണ് ഈ കയറി വരുന്നത്. ഈ റോഡിൻ്റെ 22232 ആണ് ലോക്കോ. ഇത് 22637 ചെന്നൈ സെൻട്രൽ, ബാംഗ്ലൂർ സെൻട്രൽ, വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ആണ്. നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂരിൽ നിന്ന് ഒരു പാലക്കാട് ഇറങ്ങുന്നത് അത്രേ ഉള്ളൂ. നല്ല തിരക്കുള്ള വണ്ടിയായതുകൊണ്ട് മാത്രം ഞാൻ സ്ലീപ്പറിൽ റിസർവേഷൻ ചെയ്തു. കാര്യം നമ്മൾ നല്ല തിരക്കായിരുന്നു ഇതിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് സാധാരണ രീതിയിൽ. അപ്പോൾ നമ്മൾ കയറി പറ്റാൻ ഇച്ചിരി പാടുപെടും. അതുകൊണ്ട് ഞാൻ ഒരു റിസർവേഷൻ ചെയ്തു. കണ്ടോ, അത് തിരക്ക് കാണാം. ഇപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട്. അത് കയറി പറ്റാൻ ബുദ്ധിമുട്ടും എന്നുള്ളത് കൊണ്ട് ഞാനൊരു റിസർവേഷൻ എടുത്തു വന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ 55 കിലോമീറ്റർ പോകുന്നതിന് റിസർവേഷനൊന്നും ആവശ്യമില്ലായിരുന്നു. എന്താ ഞാൻ റിസർവ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെയുള്ള ഉദയ എക്സ്പ്രസ് യാത്ര മുഴുവനായിട്ട് നിങ്ങൾ കാണുകയും നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. നിങ്ങളുടെ കമൻസും സജഷൻസും തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അത് നമുക്ക് ഒരുപാട് ആവശ്യമുള്ള സംഭവമാണത്. അതൊക്കെയാണ് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഇനിയും തരിക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തേക്കാൻ നോക്ക്. ഇനി വീണ്ടും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.